പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണ് നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ താക്കീത് നൽകിയിരുന്നു. അത് സർക്കാർ മിഷനറികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നു എന്നായിരുന്നു UDF നൽകിയ പരാതി. ഒരു താക്കീതാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് നൽകിയിരിക്കുന്നത്. അല്ല, സർക്കാർ സംവിധാനം ഇതുപോലെ ദുരുപയോഗം ചെയ്യപ്പെട്ടൊരു കാലഘട്ടം ഇപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് തൊഴിലുറപ്പ് പദ്ധതി സർക്കാരിൻ്റെ പദ്ധതിയാണ്, കുടുംബശ്രീ സർക്കാരിൻ്റെ പദ്ധതിയാണ്, അംഗൻവാടി സർക്കാരിൻ്റെ പദ്ധതിയാണ്, ഹരിതസേന സർക്കാരിൻ്റെ പദ്ധതിയാണ്, KDISC സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ഇവിടെ എല്ലാം KDISCിൻ്റെ 45ഓളം ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ചെലവിൽ ഇവിടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ തുടങ്ങിയിട്ട് 1.5 മാസക്കാലമായി. അതുപോലെ ഈ തൊഴിലുറപ്പ്, കുടുംബശ്രീ, അംഗൻവാടി, ഹരിതസേന ഇവരെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ തോമസ് ഐസക്കിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇതിനേക്കാൾ നഗ്നമായ ഒരു തെരഞ്ഞെടുപ്പ് വയലേഷൻ ഉണ്ടായിട്ടില്ല. അവർക്ക് CPMന് പാർട്ടി ഉണ്ടല്ലോ, അവരുടെ പാർട്ടി പ്രവർത്തകരെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കട്ടെ. ഈ സർക്കാരിൻ്റെ സംവിധാനവും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെയും സർക്കാരിൻ്റെ പണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് നിയമപരമായി വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ഞങ്ങളതിനെ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യും. ഇപ്പോൾ LDF അങ്ങേക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. അത് പ്രധാനമായും മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച്, MP ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളിൽ നിന്നും അങ്ങയുടെ പേർ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ അന്ന് വരെ അത് മായ്ച്ചു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ആവശ്യം, ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിൻ്റെ പേര് കൂടി വെയിറ്റിംഗ് ഷെഡുകളിൽ എഴുതി വയ്ക്കാൻ അനുവാദം നൽകണമെന്ന ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ ഒരു പരാതി എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, അവരുടെ തെരഞ്ഞെടുപ്പ് ഭീതിയിൽ നിന്ന് ഉണ്ടാകുന്ന പരാതികളാണ്. അല്ല, നിയമപരമായിട്ടാണ് ഈ വെയിറ്റിംഗ് ഷെഡുകളിലെല്ലാം പേര് വച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവർക്ക് അത് മായ്ക്കണം, അത് മറക്കണം എന്ന് പറയുന്നത് ഞാൻ ജനങ്ങൾക്ക് നൽകിയ വലിയൊരു കാര്യമാണ്. കാരണം ഏറ്റവും സാധാരണക്കാരാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്. അവർ മഞ്ഞ് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും വഴിയിൽ നിന്ന് തളരുന്നതിന് പകരമായി അവർക്കൊക്കെ ആധുനികമായ രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ 62ഓളം വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എപ്പോൾ പോയാലും ആ വെയിറ്റിംഗ് ഷെഡുകളൊക്കെ നിറയെ യാത്രക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിനെതിരെ ഇവർ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പേര് മായ്ച്ച് പറഞ്ഞതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മായ്ക്കാൻ കഴിയില്ല. ഞാൻ ഇനിയും MP ആയാലും ഇനിയും വെയിറ്റിംഗ് ഷെഡുകൾ കൊടുക്കും. സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് എനിക്ക് ഗൗരവമുള്ള പ്രശ്നങ്ങൾ. ഞാൻ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന, അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നൊരു ജനപ്രതിനിധിയാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ അങ്ങ് ഈ ഒരു അവരുടെ പരാതിക്ക് കളക്ടറുടെ ഒരു വിശദീകരണം വരുമല്ലോ, അങ്ങ് എന്താണ് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മറുപടി കൊടുത്തോ? അല്ല, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അവരുടെ പേരവിടെ കണ്ടതുകൊണ്ടല്ല, സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ചിത്രം ഒരു വോട്ടറുടെ മനസ്സിൽ പതിയുന്നതാണ് പ്രധാനം. അത് ഞാൻ ചെയ്ത പ്രവർത്തികൾ അത് സാധാരണക്കാരുടെ ഹൃദയത്തിലുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് അവർ ആ കാര്യത്തിൽ എന്ത് നടപടിയും കൈക്കൊള്ളട്ടെ, എന്നെ സംബന്ധിച്ച് വിഷയമില്ല. LDFിൻ്റെ ഈ ഒരു പരാതിയിൽ ജില്ലാ വരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല, ഒരറിയിപ്പും കിട്ടിയിട്ടില്ല, എന്നെ അറിയിച്ചിട്ടുമില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ വോട്ടെടുപ്പിന്. എങ്ങനെയാണ്, ഒരു ടെൻഷനുണ്ടോ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ മറ്റെല്ലാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ജനങ്ങൾ പൂർണ്ണമായി അവരുടെ ഒരു അങ്ങേയറ്റത്തെ താല്പര്യവും സഹകരണവും ബോധ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ തന്നോടൊപ്പമുണ്ട്. 4ാം തവണയും താൻ വിജയിക്കുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ.